മഴ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഹോം. ഇന്ന് നമുക്ക് നല്ല സ്പെഷ്യൽ ഒരു ചക്കയും ചിക്കനും ഉണ്ടാക്കിയാലോ. കുത്തരിക്കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കും അടിച്ചോട്ടാ, ആ ഓൾ ബട്ടൺ ഒന്ന് അടിക്കണേ, എന്നാലേ എൻ്റെ അടുത്ത വീഡിയോ കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ ചക്ക വെട്ടിയിട്ട് കഷ്ണമാക്കി മാറ്റാം. നമുക്കതിൻ്റെ കൂഞ്ഞില അരിഞ്ഞ് കളയാം. എന്നാൽ മാത്രമേ ചക്ക ചോള നന്നായിട്ട് അടർത്തിയെടുക്കാൻ പറ്റൂ. അപ്പോൾ കൂഞ്ഞില അരിഞ്ഞിട്ട് ചോള കണ്ടോ, അടർന്ന് വരുന്നത് കണ്ടോ. അപ്പോൾ ചോള അടർത്തിയെടുക്കാം. നല്ല വലിയ ചോളയാണ് കേട്ടോ, മൂത്ത ചക്കയാണ്, പഴഞ്ചക്കയാണ്. പഴഞ്ചക്ക നല്ല വലിയ ചോള. അപ്പോൾ നമുക്ക് എല്ലാ ചോളയും അടർത്തിയെടുത്തിട്ട് ചുളയൊക്കെ അടർത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുളയിൽ നിന്ന് പീലിയൊക്കെ അടർത്തി മാറ്റിയിട്ട് വൃത്തിയാക്കിയെടുക്കാം. ചക്കക്കുരുവൊക്കെ വേറെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അങ്ങനെ ഒരു പണി കഴിഞ്ഞ് കിട്ടി. ചക്കയും ചിക്കനും ചക്കക്കുരു റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം. കുക്കറിലേക്ക് കുറച്ച് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. നല്ലോണം വേണ്ട കേട്ടോ, കുറച്ച് മതി. പിന്നെ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കച്ചോളയും ഇട്ട് കൊടുക്കാം. മൂത്ത ചക്കയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ചിക്കൻ്റെ കൂടെ വെക്കുമ്പോൾ. അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ ചക്കയാണെന്ന് തോന്നുന്നു, ഇനി എവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചക്കയിട്ട് ഇനി ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുഴച്ചെടുക്കാം, നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്കിത് കുക്കറിലേക്ക് ഇടാം. അപ്പോൾ കുക്കറിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തു. ഈ ചിക്കൻ്റെ മസാല തന്നെ ആ ചക്കയിലേക്കെല്ലാം ഇറങ്ങിക്കോളും. ആവി വരുമ്പം അതിലേക്കെല്ലാം ഇറങ്ങിക്കോളും. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൻ്റെ അടപ്പ് വെക്കാം. എന്നിട്ട് നേരെ അടുപ്പത്തേക്ക് കയറ്റാം. അപ്പോൾ 3 വിസിലിന് കുക്കർ ഓഫാക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഉരുളിയിൽ എണ്ണ വെച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടാകുമ്പോൾ നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് ചുവന്ന് വരട്ടെ. അപ്പോൾ തേങ്ങ ചുവന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടി ഇളക്കിയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വെക്കണം. ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയും ചിക്കനും എടുത്തിട്ട് കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഉരുളിയിലേക്ക് ചേർക്കാം. ഉരുളിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ നന്നായി പതച്ച് വന്നിട്ട് ചക്കയും ചിക്കനും ഇതാ റെഡി ആയിരിക്കുകയാണ്. അടുപ്പത്ത് കഞ്ഞി വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഞ്ഞി കുടിച്ചാലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യാൻ മറക്കണ്ട കേട്ടോ.